ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ അരുൺ മാർക്കോസ്, സ്വർണ്ണവില വീണ്ടും ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ആശ്വാസ നിരക്കിൽ നിന്നുമല്ല, വീണ്ടും ഒരു ഞെട്ടലുണ്ടാക്കുന്ന വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ഓരോ സമയത്തും ഓരോ ട്രെൻഡ് തന്നെയാണ് സ്വർണ്ണവിലയിൽ കാണുന്നത്. നിലവിൽ ആദ്യം ഒന്ന് വില കുറച്ച് കാണിക്കും, പിന്നീട് മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ വില ഉയർത്തി ഞെട്ടിക്കും. ഈ രീതി തുടർന്നാൽ എങ്ങനെ സ്വർണ്ണ വ്യാപാരം മുന്നോട്ട് പോകാൻ പറ്റും? കാരണം ആളുകൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, സ്വർണം വാങ്ങാൻ ഇത് നല്ല സമയമാണോ എന്നൊരു കാര്യം. അതായത് ഇന്ന് ഒറ്റ ദിവസം മാത്രം സ്വർണ്ണവിലയിൽ വർധന ഉണ്ടായിരിക്കുന്നത് ഗ്രാമിന് 605 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതായത് ഒരു പവന് 4840 രൂപയുടെ വർധനവ് ഒറ്റയടിക്ക് ഉണ്ടായിരിക്കുകയാണ്. ഇതുപോലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വില കുറയുകയും ചെയ്തത്. കുറഞ്ഞപ്പോഴും ഇതേപോലെ ഇതിലും കൂടുതലായി ഉയരത്തിലൊക്കെ 2-3 ദിവസം വില താഴേക്ക് പോയിരുന്നു. ഇപ്പൊ നിലവില് 1,17,720 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില മാത്രമായി വരുന്നത്. അത് 1,31,000 മുകളിലേക്ക് എത്തിയിരുന്നാണ്, അതിൽ നിന്നാണ് താഴേക്ക് ഈ ഒരു നിലവാരത്തിലേക്ക് എത്തിയത്. ഇതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വില കുറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്ന തിരക്കിലേക്കായി. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ വെയിറ്റ് അല്ല, വലിയ ടൺ കണക്കിന് വാങ്ങുന്ന, വലിയ അസറ്റായി സൂക്ഷിക്കാനായിട്ട് വാങ്ങുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടിയതാണ് വില വർദ്ധിക്കാൻ കാരണം. വില കുറയാനുണ്ടായ കാരണത്തെ പറ്റി പറയുന്നതും ഇതുപോലെ തന്നെ എല്ലാവരും പെട്ടെന്ന് ഏറ്റവും കൂടിയ വില വന്നപ്പോൾ വിപണിയിലേക്ക് വിറ്റഴിച്ച് ലാഭമെടുത്തു എന്നുള്ളതാണ് പ്രധാനമായ ഒരു കാരണമായി പറയുന്നത്. പിന്നീട് അമേരിക്കയുടെ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ പലരും ഇതിനെ കൂട്ടിച്ചേർത്ത് പറയുന്നുമുണ്ട്. ഇന്ന് നിലവിൽ നമ്മൾ ഒരു ഗ്രാമിന് ഇന്നത്തെ സ്വർണ്ണവിലയായ 14,715 രൂപ നിരക്കി ഒരു മില്ലി പോലും കുറയാതെ അനൂറ്റി സ്ഥാപനങ്ങളിൽ ഇങ്ങോട്ട് വാങ്ങുന്ന തരത്തിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ വിലയിൽ ചാഞ്ചാട്ടങ്ങൾ, തങ്കവില ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു മില്ലി പോലും കുറയ്ക്കാതെ തന്നെ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തന്നെ സ്വർണം വാങ്ങാൻ പറ്റുന്ന സ്ഥിതിവിശേഷമാണ്. പക്ഷെ ഇപ്പൊ ഒരു 10 മണിക്ക് മുൻപായിട്ട് ചെറിയ രീതിയിൽ ഒരു വിലയിൽ ചെറിയ ഡൗൺ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ മാറ്റത്തിന് കൂടിയൊന്നുമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ട്രെൻഡ്, ഇപ്പൊ കൂടുതൽ ഒരു ട്രെൻഡ് തുടർന്ന് വീണ്ടും പഴയ ഉയരവോ അതിന് മുകളിലേക്കോ എത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ഇതിനകത്ത് ട്രെൻഡുകൾ മാറാനും പറയാനും നിമിഷങ്ങൾ മതി. അത് പോസിറ്റീവായിട്ടാവാം, നെഗറ്റീവായിട്ടാവാം. പെട്ടെന്നാണ് ട്രെൻഡുകൾ മാറി പറയുന്നത്. ആ ട്രെൻഡിനനുസരിച്ച് വില വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് സാധാരണക്കാരെ സംബന്ധിച്ച്, ഇപ്പോൾ വാങ്ങി വെക്കേണ്ട ആളുകളെ സംബന്ധിച്ചും വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അവർക്കൊരു വ്യക്തമായ തീരുമാനം എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അത് കാരണം ഈ പറയുന്ന വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും എത്തുന്നതിന്റെ എണ്ണവും വളരെ കുറഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആളുകൾ ഒരുപാട് എൻക്വയറീസ് നടത്തുന്നുണ്ട് വിൽക്കണ കാര്യത്തിൽ എനിക്ക് ചോദിച്ചു. പക്ഷേ ഈ ഒരു ദിവസം 2 ദിവസം അടുപ്പിച്ച് കുറഞ്ഞ് ആ ഒരു ട്രെൻഡ് തുടരുന്ന ഒരവസ്ഥയാണെങ്കിൽ വിപണിയിലേക്ക് കൂടുതൽ സ്വർണം വിൽപ്പനയ്ക്കായി എത്തും. പക്ഷേ അത് വീണ്ടും തിരിച്ചു കയറുന്ന ഒരു ട്രെൻഡ് കാണിക്കാൻ തുടങ്ങിയതോടുകൂടി ആളുകൾ വീണ്ടും ഇതിന് ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇതിലേക്ക് വിൽപ്പനയ്ക്കായിട്ട് എത്തുന്ന ആളുകളും കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ട്. എന്താണെങ്കിലും വില തിരിച്ചു കയറാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. കുറയാനുള്ള സാധ്യത തീർത്തുമില്ല എന്ന് പറയാനും പറ്റില്ല. എന്നാലും 1 ലക്ഷത്തിലേക്ക് താഴെയുള്ള പവൻ വിലയിൽ കുറച്ചധികം നാൾ കാത്തിരിക്കേണ്ടി വരും അല്ലേ? 1 ലക്ഷത്തിന് താഴെ വിലയിൽ എത്തുമെന്ന് തോന്നുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പ്രഡിക്ഷൻ നടത്തിയത് ഏകദേശം വില കുറയുന്ന ട്രെൻഡ് കാണിച്ചാലും ഏകദേശം 1 ലക്ഷത്തിനോട് അടുത്തൊരു വിലയ്ക്ക് സ്റ്റോപ്പ് ആവുകയും വീണ്ടും തിരിച്ച് മുകളിലേക്ക് വില കയറും എന്നുള്ള തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിലൊന്നും നമ്മുടെ ചിന്തകളിലോ പ്രവർത്തികളിലോ ഒന്നും ഒരു കാര്യമില്ല. കാരണം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ 1 ലക്ഷം എന്നുള്ളത് നമുക്കിപ്പോൾ വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നില്ലല്ലോ. കാരണം കുറച്ച് നാളുകളായി ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള തുക.
അപ്പോൾ വില ഇനി കുറഞ്ഞത് ഒരു 80,000 താഴെ എത്തിയാൽ മാത്രമാണ് ഇനി നമുക്ക് അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമുള്ളൂ, അല്ലെങ്കിൽ 2 ലക്ഷം ഈ ഒരു റേറ്റിലാണ് നമ്മളിപ്പോൾ സ്വർണത്തെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഈ പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ മൈൻഡിലും ഇതങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എങ്ങനെയായിരിക്കും ഒരു ബിസിനസ് എന്ന നിലയിൽ ഈ സ്വർണ്ണ വ്യാപാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? നിലയിൽ ഇപ്പൊ നമ്മള് 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ, അതായത് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. കാരണം അതിന് ഏകദേശം അപ്പോൾ പോലും ഇപ്പോൾ ആളുകൾക്കിടയിൽ പണിക്കൂലി എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ 18 ക്യാരറ്റൊക്കെയാണ് ഇപ്പോൾ 22 ക്യാരറ്റിന് പകരം ആളുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാൽ പോലും വലിയ പണിക്കൂലി അതിന് നൽകുന്നു, മറ്റൊരു പ്രോഫിറ്റും അവർക്കില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഉപഭോക്താക്കൾ ആശങ്കയിലോ? ഏകദേശം 1000 രൂപയ്ക്ക് ഒരു ഗ്രാമിന് 18 ക്യാരറ്റും ഈ പറയുന്ന നൈലോണിക് ആഭരണമായിട്ടൊരു വ്യത്യാസം കാണുന്നുണ്ട്. ആ ഒരു ലാഭം സാധാരണക്കാരനെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. ഇപ്പൊ ചെറിയ വെയിറ്റ് ആയി എടുക്കാൻ വരുന്നെങ്കിലും അവർക്ക് അത്രയും ഒരു നേട്ടം കിട്ടുന്നത് കൊണ്ട് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മൾ വലിയ വെയിറ്റ് ഉള്ള ആഭരണങ്ങളെ സംബന്ധിച്ച് 18 ക്യാരറ്റ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിലവിലാണെങ്കിലും നമ്മൾ ചെറിയ വെയിറ്റ് 4 ഗ്രാം വരെ, 1 ഗ്രാമിന് താഴെ, 1 ഗ്രാം തൊട്ട് 1.5 തൊട്ട് ഒരു 4 ഗ്രാം വരെയുള്ള ആഭരണങ്ങളാണ് നമ്മളിപ്പോ മാലകളൊക്കെയാണ് നമ്മളിപ്പോ കൂടുതലായിട്ട് അങ്ങനെ ഇത് ചെയ്യുന്നത്. പക്ഷെ വിപണിയിൽ ഇതെല്ലാം അവൈലബിൾ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ അധികം ആളുകൾ അതിലേക്ക് മാറുന്ന ഒരു ഇതിലൂടെ കാണുന്നു. തീർച്ചയായും ഒരു കാര്യം കൂടെ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് എന്നത് നിർത്തി എന്നുള്ളൊരു രീതിയിൽ പ്രചാരങ്ങളുണ്ട്. അത്തരത്തിൽ ഉണ്ടോ? എത്രത്തോളം ഇന്ന് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രീ ബുക്കിംഗ് എത്രത്തോളം നല്ലതാണ്? ഉപഭോക്താവിനെ സംബന്ധിച്ച് പ്രീ ബുക്കിംഗ് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു വ്യാപാരിയെ സംബന്ധിച്ച് അത് വലിയ ഒരു ബാധ്യതയും കൂടിയാണ്. കാരണം ഒന്നാമതെ കച്ചവടം മന്ദീഭവിച്ചിരിക്കുന്ന സമയത്ത് പ്രീ ബുക്കിംഗ് സംബന്ധിച്ച് കച്ചവടം ലഭിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ചെറിയ റെസ്റ്റേജുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പ്രീ ബുക്കിംഗ് ചെയ്താൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിക്കടി ഇങ്ങനെ വർദ്ധിക്കുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നെങ്കിൽ ആ വ്യാപാരിയെ അത് വലിയ തോതിൽ ബാധിക്കുന്ന, നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചെറുകിടക്കാരായിട്ടുള്ള വ്യാപാരികളെല്ലാം തന്നെ പ്രീ ബുക്കിംഗ് അവസാനിപ്പിച്ച തലത്തിലേക്ക് പോയത്. വൻകിടക്കാരായിട്ടുള്ള ജ്വല്ലറികള് അവർക്ക് എങ്ങനെയും ബിസിനസ് നിലനിർത്തണം എന്നുള്ള ഇതിലാണ് ഈ പറയുന്ന ബുക്കിങ്ങുകൾ ഒക്കെ നടത്തുന്നത്. പക്ഷെ എന്നാലും വാങ്ങുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മണിക്കൂറുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാതെ അവർക്കും പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. തീർച്ചയായും വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.